ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു ക്യാപ്സിക്കവും ഒരു സവാളയും കൊണ്ട്, ഇത് 2 സവാളയുണ്ട്, അതിങ്ങനെ ഇതളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഇങ്ങനെ കഷ്ണം കഷ്ണം പോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊരു മസാല ഉണ്ടാക്കാൻ പോവേ. അതിനുവേണ്ടി പാത്രം എടുത്ത് വെച്ച് അടുപ്പ് കത്തിക്കാം. പാത്രം ചൂടായി, ഇതിനകത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചെണ്ണ മതി, കാര്യം ഇതൊന്ന് വാട്ടാൻ വേണ്ടിയിട്ട്. ഇത് മതി. എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മൾ എണ്ണ ചൂടായി, അതിനകത്ത് ഈ സവാളയും ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി, വാടണ്ട, ഒന്ന് വഴന്ന് വരത്തില്ലേ. ഇതിരിക്കട്ടെ, ഞാൻ ഈ അടുപ്പിലോട്ട് തീരെ കുറച്ചിടേ. ഇതിലോട്ട് ഈ പാത്രം വെക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കേ. ഇതിനകത്തൊരു 3 ഗ്രാമ്പും 3 ഏലക്ക അത് ഇട്ട് കൊടുത്തേ. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തേ. ഇതിനകത്ത് ഒരു തക്കാളി മിക്സിയിലിട്ട് അടിച്ച് വെച്ചേക്കുന്നേ, അത് ഒഴിച്ചു കൊടുക്കാം. പഴയ ഒരു ക്യാപ്സിക്കമല്ലേ എന്തെങ്കിലും ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയൊരു തക്കാളി. ഇനി ഇത് നല്ല മൊരിയണമെന്ന് പറഞ്ഞാൽ പച്ചമണം തക്കാളിയുടെ മാറി കിട്ടണേ. അതവിടെ കിടക്കട്ടെ. ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇത് മതിയേ. ഞാൻ ഗ്യാസ് ഓഫാക്കുക. ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കുക. ഗ്യാസ് ഓഫാക്കുക. ഇതിൻ്റെ ഒന്ന് കുറച്ചിടാം. 2 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ടേ. അതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, ഇതിനകത്ത് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേ. ഒരു ടീസ്പൂൺ പിരിയൻ മുളക് പൊടി ഇട്ട് കൊടുത്ത്, 1 ടീസ്പൂണോളം മീറ്റ് മസാല ഇട്ട് കൊടുത്തേ. അല്ല, ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കേ. കട്ടയില്ലാതെ കലക്കിയെടുക്കണം. ഇത് ഇടയ്ക്ക് ഇത് ഇളക്കണം. നമ്മൾ തക്കാളിയുടെ പേസ്റ്റ് മൂട്ടെ. ഇനി ഇതിനകത്ത് ഇതൊഴിക്കേ.
ആ കടലമാവിൻ്റെ പച്ച മണം ഒന്ന് മാറി കിട്ടണേ. തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുക. ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറി കിട്ടട്ടെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. കടലമാവിനൊരു പച്ച മണമില്ലേ, ആ മണം ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഒന്നൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേ. നല്ല മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം നല്ല കലക്കിയെടുത്തിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കേ. നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ, ഇതൊന്ന് തിളക്കട്ടെ. ഓക്കെ, നമ്മൾ കറിയല്ല കടലമാവ് നോക്കാം. കടലമാവ് മസാല പക്ഷേ തീ കുറച്ച് ഇടാവുള്ളൂ. കാര്യം മാവല്ലേ, കടലമാവല്ലേ, അത് അടി പിടിക്കും. ഇനി നമുക്കിതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ പോലും ഇല്ലേ, കാര്യം എൻ്റെ കയ്യിൽ കഷ്ണം കുറവില്ലേ, അതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളേ. കസൂരി മേത്തി ഇട്ടേക്കുള്ളൂ. ഉപ്പിട്ടിട്ടില്ല, കാര്യം ഇതിനകത്ത് ഉപ്പുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് പിന്നെ ഇടാം. ഇനി ഈ വാട്ടി വെച്ചേക്കുന്ന ഇതിനകത്തോട്ട് തട്ടാം. ഇനി തീയൊന്ന് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കാം. ഒന്ന് ഉപ്പ് നോക്കേ. കുറച്ചുകൂടി ഉപ്പ് വേണം. ഇത് ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചിട്ട് കൊടുക്കേ. അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ ഒന്ന് ഈ മരപ്പൊക്കെ ആയിട്ട് ഇതൊന്ന് പിടിക്കട്ടെ. ഇതൊന്ന് അടച്ചിട്ട് കൊടുത്ത് ഒരു തീ ഒന്നും കൂടെ കുറയ്ക്കാം. ഈ തീയിൽ 2 മിനിറ്റ് കിടക്കട്ടെ. നമ്മളെ കറി നോക്കേ. സൂക്ഷിക്കണേ, കാര്യം തീ സൂക്ഷിക്കണമെന്നല്ല, ഇത് തോനെ തീയിട്ട് കൊടുത്താൽ അടി പിടിക്കേ. അതുകൊണ്ട് തീ കുറച്ച്, കാര്യം മാവായതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇനി ഇതിനകത്ത് എല്ലാം റെഡിയായി. ഇതിനകത്ത് കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കേ. ഞാൻ ഗ്യാസ് ഓഫാക്കുവേ. ഇതൊരു സർവിങ് ബൗളിലോട്ട് മാറ്റാം. കാര്യം അടച്ചിടുന്നില്ല, ഉള്ളിയല്ലേ, പെട്ടെന്നങ്ങ് അതും ക്യാപ്സിക്കം പെട്ടെന്നങ്ങ് വെന്ത് കുഴയരുത്. അത് എണ്ണയിലിട്ട് വാട്ടുമ്പം ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, വാടണ്ട. ഒരു നമ്മുടെ സവാള ക്യാപ്സിക്കം കറി മസാല റെഡിയായി. കറിയല്ല, മസാല റെഡി ആയിട്ടുണ്ടേ. അടിപൊളി ടേസ്റ്റാണിത്. നല്ല രസം ഇത് കഴിക്കാനായിട്ട്. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ നല്ല പറ്റിയ കറിയായേ.
അടിപൊളി കറിയാണ്. അപ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കേ. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. ഞാനിപ്പം കഴിച്ചു നോക്കിയത്. അടിപൊളി കറിയേ. ഇതൊന്നും ഉണ്ടാക്കിയത് ഈസി അല്ലേ? അപ്പം ഇത് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്. ഓക്കെ.